എട്ടാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകം അത് മുഴുവനായിട്ട് റിവൈസ് ചെയ്യപ്പെട്ട ഒരു പാഠപുസ്തകമാണ്. ഈ പാഠപുസ്തകം ഇന്ത്യൻ ചരിത്രത്തിൽ അത്ര പ്രധാനമല്ലാത്ത ഒരു ഭാഗമായിട്ടുള്ള മറാത്ത ഹിസ്റ്ററിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം 22 പേജുകളുള്ള ഒരു നീണ്ട അധ്യായം മറാത്ത ഹിസ്റ്ററിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഗൾ ചരിത്രത്തെയും ഡൽഹി സുൽത്താനേറ്റ് ചരിത്രത്തെയും രജപുത്ര ചരിത്രത്തെയും കുറിച്ചുള്ള റെഫറൻസുകളെ കുറച്ചുകൊണ്ടാണ് ഈ മറാത്താസിന് ഇത്രയും പ്രാധാന്യം ഈ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ളത്. മറാത്ത ചരിത്രത്തെ വിവരിക്കുന്ന ഭാഗത്ത് ശിവജിയുടെ കിരീടധാരണ ചടങ്ങ് അത് അവതരിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ശിവജി സമ്പൂർണമായ വൈദിക വേദ ചടങ്ങുകളോടെയാണ് കിരീടധാരണം ചെയ്യപ്പെട്ടത്. കിരീടധാരണത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം ശ്രീ രാജാ ശിവ ഛത്രപതി എന്നായിരുന്നു. അദ്ദേഹം സ്വന്തമായി ഒരു കാലഗണന രീതി, രാജ്യാഭിഷേക വർഷം ആരംഭിച്ചു. അതിനുശേഷം ശിവജി ദക്ഷിണേന്ത്യയിലേക്കുള്ള കോൺക്വസ്റ്റ്, കീഴടക്കൽ യാത്ര ആരംഭിച്ചു. അത് ദക്ഷിണ ദിഗ്വിജയ എന്നാണ് അറിയപ്പെട്ടത് എന്ന് ഉള്ള റെഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ള ഒരു ഐഡിയലായിട്ടുള്ള ആദർശ ക്ഷത്രിയനായിട്ടാണ് നമുക്ക് ശിവജിയെ, ക്ഷത്രിയ ഭരണാധികാരിയായിട്ടാണ് ശിവജിയെ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മൾ ബന്ധിപ്പിക്കേണ്ടത്, നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്ഷത്രിയ കിരീടധാരണം നടന്നിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാഠഭാഗങ്ങളിലും ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഉദാഹരണമാണ് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്. അതിലെ ഒരു അധ്യായം ഇങ്ങനെയാണ്: ഫ്രം ദ റൂളേഴ്സ് ടു ദ റൂൾഡ്, ടൈപ്സ് ഓഫ് ഗവൺമെൻറ് എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. ഈ അധ്യായം പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ജനാധിപത്യ ഭരണ വ്യവസ്ഥിതി എങ്ങനെയാണ് ആവിർഭവിച്ചത്, അതിൻ്റെ പ്രക്രിയകൾ എന്തൊക്കെയാണ് എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യായം പ്രധാനമായിട്ടും ഉള്ളത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അധ്യായം തുടങ്ങുന്നത് ഒരു കൊട്ടേഷനോട് കൂടെയാണ്. ആ കൊട്ടേഷൻ അർത്ഥശാസ്ത്രത്തിലെ രാജാവിൻ്റെ പങ്കിനെക്കുറിച്ച് വിവരിക്കുന്ന കൊട്ടേഷനാണ്. ഈ ഒരു ക്ഷത്രിയ ഭരണാധികാരിയുടെ പങ്ക് പ്രസ്താവിച്ചുകൊണ്ട് ഡെമോക്രസിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു അധ്യായം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊളിഞ്ഞത് കിടക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള മൊണാർക്കിക്കലായിട്ടുള്ള സിസ്റ്റത്തിന് കൊടുക്കുന്ന, പ്രസൻറ്റിൽ കൊടുക്കുന്ന ഒരു പ്രാധാന്യവും ഒപ്പം ജാതീയതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജാതീയ വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന അർത്ഥശാസ്ത്രത്തിലെ വിവരണം വളരെ വ്യക്തമായിട്ട് ഉള്ള ഈ പാഠപുസ്തകത്തിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയിലെ ഉദ്ധരണി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാസ് റൂട്ട്സ് ഓഫ് ഡെമോക്രസി എന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം ആരംഭിക്കുന്നത് മഹാഭാരതത്തിലെ മറ്റൊരു ഉദ്ധരണിയോടുകൂടിയാണ്. ഇതും ഡെമോക്രസിയെക്കുറിച്ചുള്ള അധ്യായമാണ്. ആ ഉദ്ധരണി ഇങ്ങനെയാണ്: രാജാനം ധർമ്മ ഗോപ്താരം ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് ആ ഉദ്ധരണി. അതായത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഈ അധ്യായം ആരംഭിക്കുന്നത് രാജാവിൻ്റെ ധർമ്മത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. രാജാവിൻ്റെ ധർമ്മം ആരുടെ ധർമ്മമാണ്? രാജാവിൻ്റെ ധർമ്മം ക്ഷത്രിയ ധർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങളിലൂടെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ ഒരു ആധുനിക മൊണാർക്കിയായി ചിത്രീകരിച്ചുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ വ്യംഗ്യമായിട്ട് അട്ടിമറിക്കാനായിട്ടും അത് വളരെ വ്യക്തമായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ തലവനെ ക്ഷത്രിയ ധർമ്മം സംരക്ഷിക്കുന്ന ഒരു രാജാവായി ചിത്രീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ ആധുനിക റിപ്പബ്ലിക്കായിട്ട് മാറുന്നതിന് മുന്നേ തന്നെ പുരാതന ഇന്ത്യയിൽ
റിപ്പബ്ലിക്കൻ ഭരണകൂടങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്ന് പാഠപുസ്തകങ്ങൾ വിവരിക്കുന്നുണ്ട്. BC 6-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലെ മഹാജനപദങ്ങളെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് പാഠപുസ്തകങ്ങൾ ഈ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ച് വിവരിക്കുന്നത്. അധികാരം ഒരു രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ കൈകളിലായിരുന്നപ്പോൾ പോലും സാധാരണ ജനങ്ങളുടെ ശബ്ദത്തെ പുരാതന ഇന്ത്യയിലുള്ളവർ എക്കാലവും വിലമതിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു എന്നും അതോടൊപ്പം തന്നെ ഈ പുസ്തകം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പുരാതന ഗ്രീസിന് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു എന്നുള്ള ക്ലെയിം ഉണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ഇതിനെ ഇന്ത്യയിലെ റിപ്പബ്ലിക്കുകളെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് പറയുന്നത് ഗ്രീസിനേക്കാൾ മെച്ചപ്പെട്ട റിപ്പബ്ലിക്കൻ രൂപമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ്. ഇതേക്കുറിച്ച് പാഠപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: ഗ്രീസിലെ ചില പ്രദേശങ്ങളിൽ സ്വതന്ത്രരായിട്ടുള്ള പുരുഷന്മാർക്ക് വോട്ട് ചെയ്യാമായിരുന്നു. എന്നാൽ സ്ത്രീകൾക്കും പണിക്കാർക്ക് വർക്കേഴ്സിനും അടിമകൾക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ പുരാതന കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: പുരാതന ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ജനാധിപത്യം റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. പുരാതന ഇന്ത്യയിലെ സോ കോൾഡ് റിപ്പബ്ലിക്കുകളിൽ ഈ രീതിയിലുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങൾ തന്നെ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ മർദ്ദിത ജാതിയിൽപ്പെട്ടവർക്കും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നോ? ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാതി അടിച്ചമർത്തൽ മറച്ചു വെച്ചുകൊണ്ട് പുരാതന ഇന്ത്യയിൽ ജനാധിപത്യ റിപ്പബ്ലിക്കുകൾ ഉണ്ടായിരുന്നു എന്ന തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾ അത് കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് ചരിത്ര വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 9-ാം ക്ലാസ്സിൽ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഗവൺമെൻറ് പ്രധാനപ്പെട്ട പോളിസികൾ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ പ്രധാനപ്പെട്ട പോളിസികൾ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഉദാഹരണമായിട്ട് എടുക്കുന്നത് മണ്ഡൽ കമ്മീഷൻ അതെങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയത് എന്നതിനെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ജാതി സംവരണത്തെക്കുറിച്ചുള്ള മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഉത്തരവും അത് നമ്മുടെ നിയമത്തിൻ്റെ ഭാഗമായത് എങ്ങനെയാണെന്നും ഭരണഘടനാപരമായിട്ട് നടന്ന നടപടി പ്രക്രിയകളെക്കുറിച്ചൊക്കെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം എടുത്തിട്ടുള്ളത്. നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. OBC വളരെ വ്യക്തമായിട്ട് ഇവിടെയുള്ള അടിച്ചമർത്തപ്പെട്ട ജാതി വിഭാഗങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും OBC വിഭാഗത്തിലുള്ളവർക്ക് 27% ജാതി സംവരണം ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്ത കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. മണ്ഡൽ കമ്മീഷൻ്റെ ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച 1970-കളിലും 80-കളിലും വളരെ കൂലങ്കഷമായിട്ട് വളരെയധികം രൂക്ഷമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു എന്നുള്ളതും നമുക്ക് അറിയാം. ഈ മണ്ഡൽ കമ്മീഷൻ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായിട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ കൗണ്ടർ പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അതിൽ പലതും അക്രമാസക്തമായിരുന്നു എന്ന് പാഠപുസ്തകം പറയുന്നുണ്ട്. മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കിയ നയത്തിനെതിരെ ജനങ്ങൾ പീപ്പിൾ എന്ന് തന്നെയാണ് പറയുന്നത്. പീപ്പിൾ ശക്തമായി പ്രതികരിക്കാനായിട്ടുള്ള കാരണമായിട്ട് പാഠപുസ്തകം പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾക്കുള്ള തൊഴിലവസരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് എന്നുള്ളതാണ്. പാഠപുസ്തകം ഇവിടെ വളരെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും സംവരണ വിരുദ്ധ നയം സ്വീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഈ മണ്ഡൽ കമ്മീഷൻ്റെ നടപ്പാക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡൽ കമ്മീഷനെതിരെ നടന്ന പ്രൊട്ടസ്റ്റുകൾക്കെതിരെ നടന്ന പ്രൊട്ടസ്റ്റുകളെയും ഒരേ രീതിയിലാണ് ഈ ടെക്സ്റ്റ് ബുക്ക് കാണുന്നത്. പാഠപുസ്തകം ഇതിനെക്കുറിച്ച് ഈ മണ്ഡൽ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ തീരുമാനം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളെ ബാധിച്ചതിനാൽ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചു. ഇന്ത്യയിൽ വ്യത്യസ്ത ജാതിക്കാരായ ആളുകൾക്കിടയിലെ അസമത്വങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തൊഴിൽ സംവരണം ആവശ്യമാണ് എന്ന് ചിലർക്ക് തോന്നി. സർക്കാർ തൊഴിൽ മേഖലയിൽ ഇതുവരെ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കാത്ത സമൂഹങ്ങൾക്ക് ഇത് ന്യായമായ അവസരങ്ങൾ
നൽകുമെന്ന് അവർ കരുതി. പിന്നാക്ക സമുദായങ്ങളിൽപ്പെട്ടവരല്ലാത്തവർക്ക് അവസരങ്ങളുടെ സമത്വം നിഷേധിക്കപ്പെടുമെന്നതിനാൽ ഈ നയം അന്യായമാണെന്ന് മറ്റു ചിലർ കരുതി. അവർക്ക് കൂടുതൽ യോഗ്യത ഉണ്ടായിരുന്നിട്ടും തൊഴിൽ നിഷേധിക്കപ്പെടും. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ജാതി വികാരങ്ങൾ ഉറപ്പിക്കപ്പെടും. ഇത് ദേശീയ ഐക്യത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് ചിലർ കരുതി. അപ്പം ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്ക് നിഷ്പക്ഷതയുടെ പ്രച്ഛന്നവേഷം ധരിക്കുന്നത് നമുക്ക് കാണാം. രണ്ട് ഭാഗത്തും നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നത് നമുക്ക് കാണാം. നിഷ്പക്ഷമെന്ന് തോന്നിക്കുന്ന വിധം സുപ്രീം കോടതി നിയമപരമായിട്ട് സാധൂകരിച്ച, അംഗീകരിച്ച, പ്രഖ്യാപിച്ച മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നടപ്പാക്കൽ നയത്തിന് എതിരായിട്ടുള്ള വാദങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഇടം നൽകുന്നു എന്നിടത്താണ് ഈ ടെക്സ്റ്റ് ബുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ജാതീയതയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനുള്ള വിശദീകരണം ടെക്സ്റ്റ് ബുക്ക് നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്: ഈ അധ്യായത്തിൽ, അതായത് ഈ മണ്ഡൽ കമ്മീഷനെ കുറിച്ച് വിവരിക്കുന്ന ഈ അധ്യായത്തിൽ, മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കിയ തീരുമാനം നല്ലതായിരുന്നോ ഇല്ലയോ എന്ന് നാം ചർച്ച ചെയ്യുന്നില്ല. രാജ്യത്ത് എങ്ങനെയാണ് പ്രധാന തീരുമാനങ്ങളും നയങ്ങളും എടുക്കുന്നതും നടപ്പിലാക്കുന്നതും എന്ന് മനസ്സിലാക്കാൻ മാത്രമാണ് നാം ഈ ഉദാഹരണം ഈ അധ്യായത്തിൽ എടുത്തത് എന്നുള്ള കൈകഴുകലും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശം ഗവൺമെൻറ് നടപ്പിലാക്കിയത്? എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അതിനെ അനുകൂലിച്ച് വിധി പ്രഖ്യാപിച്ചത്? ഇതിനെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്ക് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേക്കുറിച്ച് പറയേണ്ടി വന്നാൽ ഇന്ത്യയിലെ ജാതീയ അടിച്ചമർത്തലിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് പാഠപുസ്തകം ഇത്തരത്തിലുള്ള ചർച്ചകളെയെല്ലാം, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചർച്ചകളെയെല്ലാം പാഠപുസ്തകം ഒഴിവാക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയുടെ ഫലമായി പൊതു ഇടങ്ങളിൽ നിന്നും അധികാര മണ്ഡലങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട മർദ്ദിത ജാതി വിഭാഗക്കാർക്ക് അവസര സമത്വം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നയം നടപ്പിലാക്കപ്പെട്ടത് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതയെ നിഷേധിക്കുന്ന നിലപാടാണ് ഈ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വസ്തുത പോലും പാഠപുസ്തകം പറയുന്നില്ല എന്നുള്ളിടത്താണ് നമ്മൾ ഈ പാഠപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ജാതീയമായിട്ടുള്ള വ്യൂ പോയിന്റിനെ തിരിച്ചറിയേണ്ടത്. അപ്പോൾ NCERT ചരിത്ര പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കം ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 മുന്നോട്ട് വച്ചിട്ടുള്ള ചില കേന്ദ്ര ആശയങ്ങളുടെ വെളിച്ചത്തിൽ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. NEP ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: പുരാതനവും ശാശ്വതവുമായ ഭാരതീയ ജ്ഞാനത്തിൻ്റെയും ചിന്തയുടെയും സമ്പന്നമായ പൈതൃകം ഈ നയത്തിന്, NEPക്ക് ഒരു വഴികാട്ടിയായിരുന്നു എന്നാണ്. ഇവിടെ പുരാതനവും ശാശ്വതവുമായിട്ടുള്ള ഭാരതീയ ജ്ഞാനം എന്നത് ബ്രാഹ്മണീക ജ്ഞാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പുരാതനമായിട്ടുള്ള ഭാരതീയ ജ്ഞാന സമ്പ്രദായം എന്ന സങ്കല്പത്തിൻ്റെ മറവിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ വർഗീയ വിഭജനത്തോടൊപ്പം തന്നെ ബ്രാഹ്മണിക് വേൾഡ് വ്യൂ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. കൂടാതെ ജനാധിപത്യത്തിൻ്റെ കേന്ദ്ര ആശയമായിട്ടുള്ള നാനാത്വത്തെ അടിച്ചമർത്താനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ചരിത്ര പുസ്തകങ്ങളെ, എസ്പെഷ്യലി NCERT ടെക്സ്റ്റ് ബുക്കുകളെ വളച്ചൊടിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ജാതീയത കലർത്തിക്കൊണ്ട് വിഭജനവും വിദ്വേഷവും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെ ശാസ്ത്രീയവും വിമർശനാത്മകവുമായിട്ടുള്ള പഠനങ്ങളിലൂടെ മാത്രമേ ഇത് നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ, ചരിത്രത്തെ സ്നേഹിക്കുന്നവർ, മാനവികതയിൽ വിശ്വസിക്കുന്നവർ ചരിത്രത്തെ വളച്ചൊടിക്കാനും വരും തലമുറകളെ ദുഷിപ്പിക്കാനുമുള്ള ഈ പ്രവണതകളെ ചെറുക്കുന്നതിന് മുന്നോട്ട് വരേണ്ടതുണ്ട്.